ഈ തൗഫീഖ് രാജൻ, അങ്ങ് ഇതുവരെയുള്ള ചർച്ച കേട്ടുകയാണ്. അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത നേട്ടം കോൺഗ്രസും UDF-ഉം കൊയ്തെങ്കിൽ അതിലൊരു പങ്ക് പാർട്ടിക്കാർ അടക്കം CPM-ന്റെ അണികളും പ്രവർത്തകരും അടക്കമുള്ളൊരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ടു എന്നുള്ളതിൽ. അപ്പോൾ ഇതിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ഈ തന്ത്രിയിൽ കൊണ്ട് അവസാനിച്ചാൽ മതിയോ? തന്ത്രിയുടെ അറസ്റ്റിനെ പറ്റിയുള്ള ഒരു നിലപാട്. മറ്റു ചോദ്യങ്ങളിലേക്ക് ഞാൻ പിന്നാലെ വരാം. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ. ബഹുമാനപ്പെട്ട ശ്രീ പ്രദീപ് പിള്ള, അതായത് അങ്ങ് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വളരെ കൃത്യമാണ്. അതായത് കഴിഞ്ഞ 9.5 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ചൊരു സർക്കാർ. ആ സർക്കാരിനെതിരെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സമൂഹം ഒന്നടങ്കം വിധി എഴുതിയിട്ടുണ്ട്. കാരണഭൂതനായ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾ ട്രയൽ റണ്ണിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ വളരെ ആമുഖമായി തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ തന്ത്രിയിൽ കുറ്റം ചാർത്തി ഇല്ലെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ മുക്കാനാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികളും അധികാരവർഗങ്ങളും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അത് വിലപ്പോകില്ല, അത് നടപ്പാവില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ ഈ സർക്കാരിന് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അജണ്ട? എന്താണ് അജണ്ട? മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി കാരണഭൂതനും കൂട്ടരും 18 അളവുകൾ പ്രയോഗിച്ചാലും 18-ാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന കലിയുഗവരതനായ അയ്യപ്പൻ ഈ അമ്പലക്കള്ളന്മാരെ, ഈ അമ്പലക്കൊള്ളക്കാരെ അടിക്കുള്ളിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. അത് എന്റെയും അങ്ങയുടെയും ഒക്കെ നിലപാടാണ്. അത് തന്ത്രിയായാലും ശരി, മന്ത്രിയായാലും ശരി, കുറ്റം ആര് ചെയ്താലും അവർ വളരെ കൃത്യമായി ശിക്ഷ അനുഭവിക്കണം, ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നിലപാട്. അതവിടെ നിലനിൽക്കെ തന്നെ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ മുക്കാനാണ് ലക്ഷ്യമെങ്കിൽ, ഇല്ലെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ മുക്കാനാണോ എന്ന തരത്തിലുള്ള ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ അതിന് അടിവരയിടുന്ന സംശയങ്ങൾ നമുക്ക് പറയാനുമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. എന്താണ് തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുറ്റം? എന്താണ് കുറ്റമെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് N. വാസു അറസ്റ്റിലായ ഘട്ടത്തിൽ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N. വാസുവും പത്മകുമാറും അടക്കം അറസ്റ്റിലായ ഘട്ടത്തിൽ, മുരാരി ബാബു അറസ്റ്റിലായ ഘട്ടത്തിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ഘട്ടത്തിൽ, ഇവിടെ വിജയകുമാർ അറസ്റ്റിലായ ഘട്ടത്തിലൊക്കെ ഇവർ ചെയ്ത കുറ്റം എന്താണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അങ്ങേക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തതെന്നും പിന്നീട് ഏത് തരത്തിലാണ് ആ റിപ്പോർട്ട് മാറ്റി കൊടുത്തതെന്നും ഒക്കെയുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. അത് നിലനിൽക്കെ തന്നെ എന്തിനാണ് ഈ ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയാതെ പോകുന്നു എന്നിടത്താണ് ഇവരെ സംശയത്തിൽ നിലനിർത്തുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു, ദേവസ്വം ബോർഡിന് ദേവസ്വം മാനുവലുണ്ട്, സബ് ഗ്രൂപ്പ് മാനുവലുണ്ട്. ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കളൊന്നും വിചാരിക്കാതെ ഇത്രയും വലിയ കൊള്ള, അത് തന്ത്രി മാത്രം, ഏതാണ്ട് തന്ത്രിയുടെ മുകളിൽ മാത്രം പഴിചാരിക്കൊണ്ട് തന്ത്രിയാണ് ഇതിന്റെ എല്ലാം ഡയറക്ഷൻ ഫൈനൽ വ്യക്തി എന്ന തരത്തിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ, വിശ്വാസി സമൂഹം അനുവദിക്കില്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ഞാനോട് സൂചിപ്പിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ പിന്നീട് അറസ്റ്റിലായ മുരാരി ബാബു മുതൽ സുധീഷ് കുമാർ മുതൽ N. വാസു മുതൽ പത്മകുമാർ അടക്കം വിജയകുമാർ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായ ഘട്ടത്തിലടക്കം ചോദ്യം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആ വകുപ്പ് മന്ത്രിയായിരുന്ന, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനെ ഏതാണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ജനൻ TV അടക്കം ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും യുവ കാലഘട്ടത്തിലും ഒക്കെ ഈ സ്പെഷ്യൽ ഇന്റർവ്യൂകൾ എടുക്കാറുണ്ട്. എന്തായാലും SIT സംഘം കടകംപള്ളി സുരേന്ദ്രനെ കണ്ടത് ഏതാണ്ട് സ്പെഷ്യൽ ഇന്റർവ്യൂ ഒന്നും എടുക്കാനല്ലോ, ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായി ഗൂഢാലോചനയിൽ, ഈ ശബരിമല കൊള്ളയിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ ബോധ്യം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളത് വ്യക്തമായ ചോദ്യമല്ലേ. ഇവിടെ മുൻപ് പത്മകുമാർ സൂചിപ്പിച്ചു ദൈവതുല്യർ എന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ നിയമപരമായി പറയുകയാണെങ്കിൽ
ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ദേവസ്വത്തിന്റെ സ്വത്ത് നോക്കാനാണ്, ദേവസ്വം സ്വത്ത് പരിപാലിക്കാനാണ് ഈ ദേവസ്വം ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്. ഈ തന്ത്രി എങ്ങനെയാണ് അവിടെ പിതൃതുല്യായി വരിക? ആചാരപരമായിട്ടാണ്. ഇവിടെ മുൻപ് ശാരദാചാരൻ സൂചിപ്പിച്ചു, ആചാരപരമായിട്ടാണ് ഇവിടെ തന്ത്രി പിതൃതുല്യനായി, അയ്യപ്പന്റെ പിതൃതുല്യനായി വരുന്നത്. നേരെ മറിച്ച് നിയമപരമായി നോക്കുമ്പോൾ ആ ഉത്തരവാദിത്തം അത് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ, അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമപരമായി നോക്കുമ്പോൾ ആ പിതൃസ്ഥാനത്തുള്ളത് ദേവസ്വം ബോർഡാണ്. അപ്പോ തന്ത്രിക്ക് എന്താണ്? തന്ത്രിക്ക് അനുജ്ഞ കൊടുക്കുക എന്നുള്ളതാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന, ഇല്ലെങ്കിൽ തന്ത്രി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യവും ഏക കർത്തവ്യവും എന്നാണ് എന്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 120B അതാണല്ലോ ഗൂഢാലോചന. ആ ഗൂഢാലോചന അട്രാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവുകളാണ്, അല്ലെങ്കിൽ എന്ത് സൂചനകളാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ സംശയത്തിൽ നിൽക്കുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനം ദേവസ്വം ബോർഡാണ് കൈക്കൊള്ളേണ്ടത്. ഇവിടെ അയ്യപ്പന്റെ ഈ അനുജ്ഞ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അയ്യപ്പന്റെ ഹിതം അത് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമാണോ ഇത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് തെറ്റായി ഈ അനുജ്ഞയുടെ കാര്യം തന്ത്രി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ തന്ത്രി ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്ത്രി കുറ്റക്കാരനാണ്. 120B പ്രകാരം കൂടാതെ തന്ത്രി ഭാഗമാക്കാൻ. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് ഈ തന്ത്രി ഇതിന്റെ ഭാഗമാക്കാവുന്നത് എന്നുള്ളത് വളരെ സംശയത്തിൽ നിൽക്കുന്നത്.